നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഋജുരാമൻ. മഹാഭാരതത്തിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള ഉദ്യോഗപർവത്തിലെ ഉപാധ്യായങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സഞ്ജയ യാനപർവം എന്ന് പറയുന്ന ഉപാധ്യായത്തിലെ കഥകളാണ്. അപ്പോൾ മഹാഭാരതത്തിൻ്റെ യുദ്ധത്തിന് മുമ്പായിട്ടുള്ള ഇരു കൂട്ടരും സേനകളെ സംഭരിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം സേനകളെ തയ്യാറെടുക്കുന്നതിനോടൊപ്പം തന്നെ സമാധാന ചർച്ചകൾക്ക് വേണ്ടിയിട്ടും രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പുരോഹിതനെ യുധിഷ്ഠിരൻ്റെ ഭാഗത്തു നിന്ന് കൗരവരുടെ അടുത്തേക്ക് അയച്ചു. അതിന് മറുപടിയായിട്ട് സഞ്ജയനെയാണ് പാണ്ഡവരുടെ പക്ഷത്തേക്ക് അയക്കുന്നത്. അപ്പോൾ സഞ്ജയൻ വന്നിട്ട് പാണ്ഡവരോട് സംസാരിക്കുന്ന ഭാഗമാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം മഹാഭാരതത്തിലെ തന്നെ ഏറ്റവും വിശദമായിട്ട് കഥകൾ പറയുന്ന ഒരു പുസ്തകത്തിനെ അവലംബിച്ചാണ് ഞാനിവിടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത് അതേ രീതിയിൽ തന്നെ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോകൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പാണ്ഡവരുടെ അടുത്ത് നിന്നിട്ട് സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് ചോദിച്ച കൗരവന്മാരും മറ്റുള്ളവരും സുഖമായിരിക്കുന്നു. ധൃതരാഷ്ട്രരുടെ പക്ഷത്ത് പാപികളായിട്ടുള്ള ചിലരുണ്ടെങ്കിലും വൃദ്ധരായിട്ടുള്ള സജ്ജനങ്ങൾ പലരുമുണ്ട്. ശത്രുക്കൾക്ക് പോലും വേണ്ടതൊക്കെ നൽകുന്നവനാണ് ദുര്യോധനൻ. ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നതിൽ ഒട്ടും മടി കാണിക്കാറില്ല. എന്നാൽ അങ്ങയുടെ കാര്യത്തിൽ അവൻ്റെ പോക്ക് ധർമ്മപരമായല്ല. അങ്ങയോട് അവൻ കാണിക്കുന്നത് അധർമ്മമാണ്. അങ്ങയെപ്പോലുള്ള നല്ലവരായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുന്നത് ധൃതരാഷ്ട്രർ അറിഞ്ഞുകൊണ്ടല്ല. സുഹൃത്തുക്കളെ ദ്രോഹിക്കുന്നത് വലിയ പാപമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. യുദ്ധത്തിൽ ശംഖനാദം മുഴങ്ങുമ്പോൾ അങ്ങും അർജുനനും ഭീമനും മാദ്രീപുത്രന്മാരും വീരന്മായി യാതൊരു ഭയവുമില്ലാതെ യുദ്ധകളത്തിൽ സഞ്ചരിച്ച് ശരവർഷം ചൊരിയുന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങ് എല്ലാ ധർമ്മങ്ങളും നിറഞ്ഞവനാണ്. എന്നിട്ടും കഷ്ടപ്പെട്ടില്ലേ? കഷ്ടപ്പാടുകൾ അനുഭവിച്ചറിഞ്ഞ് അങ്ങ് എല്ലാം ബുദ്ധിപൂർവ്വം ആലോചിച്ച് ശരിയാക്കിയാൽ ഇന്ദ്രതുല്യരായിട്ടുള്ള പാണ്ഡവന്മാർ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ധർമ്മം ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. അങ്ങ് ബുദ്ധിപൂർവ്വം എല്ലാം അറിഞ്ഞ് ഏവർക്കും സുഖമുണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ ശരിയാക്കിയാലും. പാണ്ഡവരും ധൃതരാഷ്ട്രപുത്രന്മാരും സഞ്ജയന്മാരും മറ്റ് രാജാക്കന്മാരും ഇത് മനസ്സിലാക്കേണ്ടതാണ്. പിതാവായ ധൃതരാഷ്ട്ര മഹാരാജാവ് എന്നോട് പറഞ്ഞ കാര്യം ഇനി ഞാൻ അങ്ങേ അറിയിക്കാം. മന്ത്രിമാരോടും പുത്രന്മാരോടും ചേർന്ന് രാജാവേ, അങ്ങേത് കേട്ടാലും. സഞ്ജയവാക്യം എന്നാണ് മഹാഭാരതത്തിലെ ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത്. യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ സഞ്ജയ, ഇതാ എൻ്റെ സഹോദരങ്ങളും കൃഷ്ണനും സാത്വികയും വിരാടനും എത്തിയിരിക്കുന്നു. എന്താണ് ധൃതരാഷ്ട്രർ പറഞ്ഞ് അയച്ചിരിക്കുന്നത്? സൂതപുത്ര, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എന്താണെന്ന് പറയൂ. സഞ്ജയൻ പറഞ്ഞു, ധർമ്മം അറിയുന്ന ഭീമസേനും അർജുനനും നകുല സഹദേവന്മാരും കൃഷ്ണനും സാത്വികയും വിരാടനും വൃദ്ധനായ പാഞ്ചാലനും ദൃഷ്ടദ്യുമ്നനും ചേകിതാന്യനും ഉൾപ്പെടെയുള്ളവർ ഞാൻ പറയുന്നത് കേട്ടാലും. കൗരവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രർ സമാധാനമാണ് നല്ലതെന്ന് തീരുമാനിച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സഹോദരന്മാരും പുത്രന്മാരോടും നല്ലവരായിട്ടുള്ള ആളുകളോടും ചേർന്ന് സമാധാനം തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പാണ്ഡവന്മാർ സൽഗുണന്മാരാണല്ലോ. തെറ്റായ വഴിയിലൂടെ പോകാതെ നല്ല കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾ. ഉന്നത കുലത്തിൽ ജനിച്ചവരും ലജ്ജയുള്ളവരും പ്രവൃത്തിയിൽ ഉറപ്പുള്ളവരുമാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ ഹിംസ നിറഞ്ഞ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ശരിയല്ല. നിങ്ങളിൽ എന്തെങ്കിലും പാപമുണ്ടായാൽ അത് വെളുത്ത വസ്ത്രത്തിൽ കരി പുരണ്ടതുപോലെ തെളിഞ്ഞു കാണും. ഒരു യുദ്ധമുണ്ടായാൽ എല്ലാം നശിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. എല്ലാം നശിക്കുന്നതിനേക്കാൾ വലിയ പാപവും നരകവും വേറെ എന്തുണ്ട്? സർവനാശമുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ ബുദ്ധിയുള്ളവർ ചെന്ന് പെടുമോ? നിങ്ങൾ രാജ്യത്തോടുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് പണ്ട് ചെയ്തതുപോലെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പം സന്തോഷത്തോടെ കഴിയുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഗുണകരമാകും. കൗരവരോട് ഇണങ്ങി നിൽക്കുന്ന അവരെ മുഴുവൻ കൊല്ലാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ ജീവിതം അർത്ഥശൂന്യമായി മാറും. ബന്ധുക്കളെ കൊല്ലുന്നത് കൊണ്ട് എന്ത് സന്തോഷമാണ് ലഭിക്കുക? സാത്വികയുടെയും ദൃഷ്ടദ്യുമ്നൻ്റെയും കരുത്തോടെ കൃഷ്ണൻ്റെയും ഇന്ദ്രൻ്റെയും സഹായത്തോടെ നിങ്ങൾ നിലകൊള്ളുമ്പോൾ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഭീഷ്മർ, ദ്രോണർ, അശ്വത്ഥാമാവ്, കൃപർ, കർണൻ എന്നിവരുടെ സംരക്ഷണത്തിൽ ശല്യാദി രാജാക്കന്മാരോടൊപ്പം നിൽക്കുന്ന കൗരവരെ തോൽപ്പിക്കാനും ആർക്കും എളുപ്പമല്ല. ധൃതരാഷ്ട്രരുടെ വൻ സൈന്യത്തെ ആരെങ്കിലും തോൽപ്പിച്ചാൽ തന്നെ ആ ജയത്തോടൊപ്പം വൻ നാശവും സംഭവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ജയവും തോൽവിയും ഒരുപോലെയാണ്. ആ ജയത്തിലോ തോൽവിയിലോ ഞാൻ ഒരു നന്മയും കാണുന്നില്ല. നികൃഷ്ടരായിട്ടുള്ള ആളുകളെപ്പോലെ ധർമ്മത്തിന് ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് പാണ്ഡവരായിട്ടുള്ള നിങ്ങൾക്ക് ചേർന്നതാണോ? അതുകൊണ്ട് കൗരവർക്ക് സമാധാനമുണ്ടാകാൻ കൃഷ്ണനും പാഞ്ചാല രാജകുമാരന്മാരും കനിയണമെന്ന് ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുന്നു.
ഈ വാക്കിനെതിരെ കൃഷ്ണാർജുനന്മാർ പ്രവർത്തിക്കാതിരിക്കട്ടെ. ചോദിക്കുന്നവർക്ക് സ്വന്തം ജീവൻ പോലും നൽകുന്നവരാണല്ലോ അവർ. അങ്ങനെയുള്ളവർ സന്ധിക്ക് വേണ്ടിയുള്ള എൻ്റെ ഈ അപേക്ഷ നിരസിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭീഷ്മരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞയച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് സമാധാനം ലഭിക്കട്ടെ. ഇതിന് മറുപടിയായിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ സഞ്ജയ, ഞാൻ യുദ്ധത്തെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. യുദ്ധത്തിന് എന്തിനാണ് ഇത്ര പേടി? യുദ്ധത്തെക്കാൾ നല്ലത് യുദ്ധമില്ലാത്ത അവസ്ഥയല്ലേ? യുദ്ധം കൂടാതെ കാര്യം നടക്കുമെങ്കിൽ പിന്നെ യുദ്ധത്തിന് ആരാണ് ഒരുങ്ങുക? പരിശ്രമം കൂടാതെ ആഗ്രഹിച്ച കാര്യം നടക്കുമെങ്കിൽ പിന്നെ ആരെങ്കിലും കഠിനമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുമോ? ലക്ഷ്യം നേടാൻ യുദ്ധത്തെക്കാൾ എളുപ്പമായിട്ടുള്ള വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ മനുഷ്യർ അതല്ലേ നോക്കിയുള്ളൂ. മനുഷ്യരിൽ ആരും തന്നെ പിന്നെ യുദ്ധം ആഗ്രഹിക്കുകയില്ല. ദൈവത്താൽ ശപിക്കപ്പെട്ടവൻ മാത്രമേ യുദ്ധത്തിന് മുതിരുകയുള്ളൂ. പാണ്ഡവരായിട്ടുള്ള ഞങ്ങൾ ധർമ്മത്തിലും ലോകത്തിനും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നവരാണ്. ധർമ്മം വളരുമ്പോഴാണ് ഞങ്ങൾ സുഖം കണ്ടെത്തുന്നത്. സുഖകരമല്ലാത്ത പ്രവൃത്തികളെല്ലാം ദുഃഖത്തിന് ആകുമെന്ന് ഞങ്ങൾക്കറിയാം. ആ ദുഃഖം പെട്ടെന്ന് മാറണമെന്ന് സുഖം ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് തോന്നാതിരിക്കുമോ? ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ അത് അവസാനം ദുഃഖമായി മാറും. അത് ശരീരത്തിൻ്റെ സുഖം നശിപ്പിക്കും. ആഗ്രഹങ്ങൾ മനസ്സിൽ കൂടുമ്പോൾ അത് ദുഃഖം വർദ്ധിപ്പിക്കും. കത്തുന്ന തീ ആളിപ്പടരുന്നത് പോലെയാണത്. കാമത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെ തീയിൽ നെയ്യൊഴിക്കുന്നതിനോടാണ് ഉപമിക്കേണ്ടത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര കിട്ടുന്നുവോ അത്രത്തോളം അത് കൂടുകയുള്ളൂ. ധൃതരാഷ്ട്ര മഹാരാജാവിന് എത്ര വലിയ സ്വത്താണുള്ളതെന്ന് നോക്കൂ. അതിൽ ആകാതെയല്ലേ ഞങ്ങളെ ഓടിച്ച് ഞങ്ങൾക്കുള്ള ഐശ്വര്യം കൂടി കൈക്കലാക്കിയത്. മധുരമായിട്ടുള്ള ഗാനം കേട്ടും ചന്ദനഗന്ധമേറ്റും വെലുവെടുപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചും സുഖമായി കഴിയേണ്ട രാജാവ് എന്തിനാണ് കൗരവരിൽ നിന്ന് ഞങ്ങളെ അകറ്റിയത്? അത് ഉള്ളിലെ കടുത്ത ആഗ്രഹം കൊണ്ടല്ലേ? ഈ ആഗ്രഹം ബുദ്ധിയുമായി ചേർന്നതാണ്. അത് അവരുടെ ഹൃദയത്തെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ രാജാവ് സ്വയം ദുഃഖത്തിലായിട്ടും മറ്റുള്ളവരുടെ ധനം വീണ്ടും ആഗ്രഹിക്കുന്നത് ശരിയാണോ? തൻ്റെ കാര്യം നോക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കാര്യവും അദ്ദേഹം ഓർക്കുന്നുണ്ടോ? ഉണങ്ങിയ പുല്ല് നിറഞ്ഞ വലിയ കാട്ടിൽ ഉച്ചസമയത്ത് കയ്യിൽ കിട്ടിയ തീക്കൊള്ളി വലിച്ചെറിയുന്നത് പോലെയാണിത്. ആ തീക്കാറ്റേറ്റ് ആളിപ്പടർന്ന് കത്തുമ്പോൾ അതിനിടയിൽ തനിക്ക് യാതൊരു സുഖവും കിട്ടുന്നില്ലല്ലോ എന്ന് വിലപിച്ച് ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവനെ പോലെയല്ലേ രാജാവിൻ്റെ പരിശ്രമം? സത്യമില്ലാത്ത ദുർബുദ്ധിയും മണ്ടന്മാരായിട്ടുള്ള മന്ത്രിമാരും ചേർന്ന് ദുര്യോധനന്റെ ഇഷ്ടം നോക്കിയല്ലേ രാജാവ് നിൽക്കുന്നത്? ഗുണമുള്ള കാര്യങ്ങൾ പറഞ്ഞ വിതുരരെ ശത്രുവിനെ എന്ന പോലെ തള്ളിക്കളയുകയല്ലേ ദുര്യോധനൻ ചെയ്തത്? ധൃതരാഷ്ട്ര മഹാരാജാവാകട്ടെ തൻ്റെ പുത്രന്റെ താല്പര്യം മുൻനിർത്തി അറിഞ്ഞുകൊണ്ട് അധർമ്മത്തിൽ കൈകടത്തുന്നു. നന്നായി സംസാരിക്കുന്നവനും നല്ല സ്വഭാവമുള്ളവനും അറിവുള്ളവനും ബുദ്ധിമാനും കൗരവരുടെ നന്മ ആഗ്രഹിക്കുന്നവനുമായിട്ടുള്ള വിതുരനെ ധൃതരാഷ്ട്രർ മക്കളോടുള്ള സ്നേഹം കാരണം മറന്നിരിക്കുകയാണ്. രാജാവ് ഇപ്പോൾ എങ്ങനെയുള്ളവനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് അങ്ങ് ഓർക്കുന്നുണ്ടോ? ധർമ്മങ്ങളെ ലംഘിച്ച് എപ്പോഴും ദേഷ്യപ്പെടുന്നവനും ചീത്തവാക്കുകൾ പറയുന്നവനും അസൂയുള്ളവനും മറ്റുള്ളവരുടെ വളർച്ചയിൽ അസ്വസ്ഥനാകുന്നവനും ചീത്ത ആളുകളെ ബഹുമാനിക്കുന്നവനും കുലത്തിന്റെ മാനം കെടുത്തുന്നവനും അഹങ്കാരിയും സുഹൃത്തുക്കളെ ദ്രോഹിക്കുന്നവനും സ്വന്തം നന്മ നോക്കാതെ വളരുന്ന പാവബുദ്ധിയായിട്ടുള്ള പുത്രനെയല്ലേ ധൃതരാഷ്ട്രർ സ്നേഹിച്ചു വരുന്നത്? അന്ന് ചൂത് കളിക്കുമ്പോൾ തന്നെ കൗരവർക്ക് നാശം അടുത്തുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിതുരർ പറയുന്ന നല്ല ഉപദേശങ്ങൾ വല്ലതും ധൃതരാഷ്ട്രർ അംഗീകരിക്കാറുണ്ടോ? കൗരവരുടെ നാശത്തിന് വേണ്ടിയിട്ടാണ് അവർ വിതുരന്റെ വാക്കുകൾ കേൾക്കാത്തത്. അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവ്വമുള്ള വാക്കുകൾ അനുസരിച്ചിരുന്ന കാലത്ത് കൗരവർക്കുണ്ടായിരുന്ന പുരോഗതിയെപ്പറ്റി ഇപ്പോൾ അവർ ചിന്തിക്കുന്നില്ല. ധനത്തോടുള്ള ആഗ്രഹം മൂത്ത ആ ദുര്യോധനന്റെ മന്ത്രിമാർ ആരൊക്കെയാണെന്ന് അങ്ങൊന്ന് നോക്കൂ. കർണൻ, ശകുനി, ദുശാസനൻ ഇവരൊക്കെയല്ലേ? ഇവരുടെ ഈ മണ്ടത്തരങ്ങളൊക്കെ അങ്ങ് അറിയുന്നതല്ലേ? ഈ അവസ്ഥയിൽ കുരുവംശത്തിന് നിലനിൽപ്പിനായിട്ട് ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ദൂരക്കാഴ്ചയുള്ള വിതുരനെ അകറ്റുകയും മറ്റുള്ളവരുടെ സമ്പത്ത് സ്വന്തമാക്കുകയും ചെയ്തിട്ട് ഭൂമി മുഴുവൻ ഭരിക്കുന്ന വലിയ രാജ്യം പിടിച്ചെടുക്കുവാൻ ആ മഹാരാജാവ് ആഗ്രഹിക്കുന്നു. എന്നെ വീണ്ടും കാട്ടിലേക്ക് തള്ളിയിട്ട് എല്ലാം സ്വന്തമാക്കാൻ ആ രാജാവ് ആഗ്രഹിക്കുന്നിടത്തോളം കാലം സമാധാനത്തെക്കുറിച്ചിട്ട് ആലോചിക്കുകയേ വേണ്ട. യുദ്ധത്തിൽ അർജുനനെ തോൽപ്പിക്കാൻ കർണൻ മതിയെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനു മുമ്പ് വലിയ യുദ്ധങ്ങളും നടന്നിട്ടില്ലേ? അതിലേതിലാണ് അർജുനന്റെ ശക്തിക്ക് മുന്നിൽ നിൽക്കാൻ കർണന് കഴിഞ്ഞിട്ടുള്ളത്? കർണനും ദുര്യോധനും ദ്രോണർക്കും ഭീഷ്മർക്കും മാത്രമല്ല മറ്റെല്ലാ കൗരവർക്കും നന്നായി അറിയാം. അങ്ങനെ ഉണ്ടായിട്ടും ദുര്യോധനെ ഇപ്പോൾ ഈ രാജ്യം ലഭിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും യുദ്ധവിദ്യയിൽ അഗ്രഗണ്യനായിട്ടുള്ള അർജുനനോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്ത പാണ്ഡവരുടെ സമ്പത്ത് ധൃതരാഷ്ട്രർ തട്ടിയെടുക്കണമത്രേ. ആ ആഗ്രഹം കൊള്ളാം. അതിശബ്ദത്തോടെ ഗാന്ധീവത്തിൽ നിന്ന് ഉയരുന്ന ആ ഞാണൂര് കേൾക്കാത്തത് കൊണ്ടാണ് ദുര്യോധൻ ഇന്നും ജീവിച്ചിരിക്കുന്നതെന്ന് അങ്ങ് ഓർക്കുന്നുണ്ടോ? ദേഷ്യപ്പെട്ട ഭീമനെ നേരിട്ട് കാണുന്ന സമയം വരെ മാത്രമേ ദുര്യോധൻ തൻ്റെ വിജയത്തെക്കുറിച്ചിട്ട് ചിന്തയുണ്ടായിരിക്കുകയുള്ളൂ. ഭീമസേനൻ ജീവനോടെ ഇരിക്കുമ്പോൾ പാണ്ഡവരുടെ ധനം കവരാൻ ഇന്ദ്രൻ പോലും തുനികയില്ല. അത് തീർച്ചയാണ്. അങ്ങനെയുള്ള വീരന്മാരായിട്ടുള്ള ഭീമനും അർജുനനും നകുലനും സഹദേവനും സമ്പത്ത് തട്ടിയെടുക്കാൻ കരുതുന്നത് വലിയ ആപത്തിലേക്കേ നയിക്കൂ. ആ ചിന്ത പുത്രന്മാരോടൊപ്പം ധൃതരാഷ്ട്ര ഉള്ളിൽ ഇല്ലാതിരുന്നാൽ മക്കൾക്ക് പിന്നെ രക്ഷയില്ല. അല്ലെങ്കിൽ യുദ്ധകളത്തിൽ പാണ്ഡവരുടെ കോപമാകുന്ന അഗ്നിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കളും കത്തിയെറിഞ്ഞ് ചാമ്പലായിത്തീരും. ഹേ സഞ്ജയ,
എൻ്റെ വാക്കുകൾ കുറച്ച് കടുത്തുപോയെങ്കിൽ ബഹുമാനപ്പെട്ട അങ്ങ് ക്ഷമിച്ചാലും. ഇതിനു മുമ്പ് കൗരവർ ഞങ്ങളോട് ചെയ്ത വലിയ അനീതികളും ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും ആ സന്ദർഭത്തിലൊക്കെ ഞങ്ങൾ ധൃതരാഷ്ട്രപുത്രന്മാരോട് കാണിച്ച വിട്ടുവീഴ്ചയും അങ്ങ് അറിഞ്ഞിട്ടുള്ളതാണല്ലോ. ഞങ്ങളുടെ നിലപാടിന് ഇപ്പോഴും മാറ്റമില്ല. അങ്ങ് പറഞ്ഞതുപോലെ സമാധാനത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് കിട്ടിയാൽ മതി. ഭാരതരാജാവായി ദുര്യോധനൻ ഹസ്തിനാപുരിയിൽ വാഴുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. ഇന്ദ്രപ്രസ്ഥം ഞങ്ങൾക്ക് കിട്ടാതെ ഒത്തുതീർപ്പിനില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ സഞ്ജയൻ മറുപടി പറഞ്ഞു, ധർമ്മനിഷ്ഠയുള്ള അങ്ങയുടെ പ്രവൃത്തികൾ ലോകമെങ്ങും പുകഴ്ത്തപ്പെട്ടതാണ്. അസ്ഥിരവും ശാശ്വതവുമല്ലാത്തതുമായിട്ടുള്ള ഈ ജീവിതത്തിന് വേണ്ടി അങ്ങ് കൗരവരെ നശിപ്പിക്കാൻ ഒരുങ്ങരുത്. അങ്ങയുടെ ഓഹരി കൗരവരിൽ നിന്ന് ലഭിക്കണമെങ്കിൽ അത് യുദ്ധമില്ലാതെ നേടാൻ കഴിയുകയില്ല. യുദ്ധം ചെയ്താൽ നാശമാണ് ഫലം. യുദ്ധം ചെയ്ത് രാജ്യം നേടുന്നതിനേക്കാൾ അങ്ങേക്ക് നല്ലത് അന്തകവൃഷ്ണി വംശജയെ പോലെ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നതാണ്. അസ്ഥിരമായിട്ടുള്ള ഈ ജീവിതയാത്രയിൽ എന്നും ദുഃഖമേ ഉള്ളൂ. അങ്ങനെയുള്ള ജീവിതത്തിനായി മറ്റുള്ളവരുടെ സമ്പത്ത് ആഗ്രഹിക്കുന്നത് അങ്ങയുടെ കീർത്തിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് അങ്ങ് പാപങ്ങളിൽ ഏർപ്പെടാതെ ജീവിക്കുക. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പല ആഗ്രഹങ്ങളും ഉണ്ടായേക്കാം. ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ അത്തരം ആഗ്രഹങ്ങളെ അകറ്റി നിർത്തി ലോകത്തിൽ പേരും പ്രശസ്തിയും നേടണം. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ലോകത്തിൽ ഏറ്റവും വലിയ ബന്ധനം. ആ ആഗ്രഹം ധർമ്മത്തെ തടയുന്നു. എപ്പോഴും ധർമ്മം പാലിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ധനത്തിന് പുറകെ മാത്രം പോകുന്നവൻ നശിച്ചു പോകും. എല്ലാ പ്രവൃത്തികളിലും ധർമ്മത്തിനാണ് മുൻഗണന നൽകേണ്ടത്. ധർമ്മം പാലിച്ച് ജീവിക്കുന്നവൻ സൂര്യനെപ്പോലെ ശോഭിക്കും. ധർമ്മമില്ലാത്തവൻ ഈ ഭൂമി മുഴുവൻ നേടിയാലും അവൻ പാപിയായി താഴേക്ക് പോവുകയുള്ളൂ. നല്ല രീതിയിൽ പഠിച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ എന്നും ആത്മസുഖത്തോടെ ജീവിക്കും. മനസ്സിനെ നിയന്ത്രിക്കാതെ സുഖഭോഗങ്ങളിൽ മുഴുകുന്നവൻ ധനം നശിക്കുമ്പോൾ ദുഃഖത്തിൽ മുങ്ങിപ്പോകും. പരലോകത്തിൽ വിശ്വാസമില്ലാതെ ആത്മീയമായ കാര്യങ്ങൾ താല്പര്യമില്ലാതെ അധർമ്മം ചെയ്യുന്ന മണ്ടന്മാർ മരിക്കുമ്പോൾ എന്നും നരകിക്കേണ്ടി വരും. ഈ ലോകത്തെ ഇന്ന് നല്ല കാര്യങ്ങളുടെയും ചീത്തക്കാര്യങ്ങളുടെയും ഫലം പരലോകത്തെത്തുമ്പോൾ നശിച്ചു പോകുന്നില്ല. മനുഷ്യൻ പരലോകത്തെത്തുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ പുണ്യപാപങ്ങൾ അവിടെ എത്തുന്നു. അങ്ങ് ശ്രദ്ധയോടെ ന്യായമായും ദാനധർമ്മങ്ങൾ ചെയ്തും ബ്രാഹ്മണർക്ക് നല്ല ഭക്ഷണം നൽകുകയും പ്രശസ്തനായി ജീവിക്കുകയാണല്ലോ. മനുഷ്യൻ ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കൂ. പരലോകത്ത് കർമ്മങ്ങളില്ല. സജ്ജനങ്ങൾ പുകഴ്ത്തുന്ന രീതിയിൽ പരലോകത്തേക്ക് വേണ്ട പുണ്യകർമ്മങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള പുണ്യങ്ങൾ അങ്ങ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പരലോകത്ത് അങ്ങേക്ക് വാർദ്ധക്യമോ മരണമോ വിശപ്പോ ദാഹമോ മറ്റു വിഷമങ്ങളോ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല. ഇനി ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടി ഇവിടെയോ അവിടെയോ ഒന്നും ചെയ്യേണ്ടതില്ല. കർമ്മഗതി എങ്ങനെയാണെന്ന് അങ്ങ് മനസ്സിലാക്കി ആഗ്രഹങ്ങളെ അകറ്റിക്കളയണം. സന്തോഷത്തിനും ദേഷ്യത്തിനും അടിമയായി അങ്ങ് ഈ ലോകത്തെയും പരലോകത്തെയും ഒരുപോലെ നശിപ്പിക്കരുത്. അങ്ങീന പ്രവൃത്തികളിൽ സത്യം, ആത്മനിയന്ത്രണം, ആർജവം, ദയ തുടങ്ങിയ ഗുണങ്ങൾ കൈവിടരുത്. അശ്വമേധം, രാജസൂയം തുടങ്ങിയ വലിയ യാഗങ്ങൾ ചെയ്തിട്ടുള്ള അങ്ങനെയും പാപകർമ്മങ്ങളിലേക്ക് പോകരുത്. മറ്റുള്ളവരോടുള്ള ദേഷ്യം കാരണം അങ്ങ് പാപം ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും കാലം കാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിച്ചത്? വലിയ ബലം കയ്യിലുണ്ടായിരുന്നിട്ടും അങ്ങ് എന്തിനാണെന്ന് കാട്ടിലേക്ക് പോയത്? കൃഷ്ണനും സാത്വികയും യുദ്ധവീരന്മാരായിട്ടുള്ള പുത്രന്മാരും വിരാട രാജാവും അന്നും അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. അങ്ങ് തോൽപ്പിച്ച രാജാക്കന്മാർ അങ്ങയെ അപ്പോഴും ആശ്രയിച്ചിരുന്നില്ലേ? അങ്ങനെ വലിയ സഹായികളും ശക്തികളും ഉണ്ടായിരുന്നിട്ടും അന്ന് കൃഷ്ണാർജുനന്മാരോട് ചേർന്ന് ശത്രുക്കളെ നശിപ്പിച്ച് ധൃതരാഷ്ട്രപുത്രന്മാരുടെ അഹങ്കാരം തീർക്കാൻ അങ്ങ് ശ്രമിച്ചില്ലല്ലോ. ഒരുപാട് കാലം വനവാസം ചെയ്ത് ശത്രുക്കളുടെ ശക്തി വർദ്ധിപ്പിക്കാനും സ്വന്തം സഹായികൾ തളരാനും ഇടയാക്കിയ ശേഷം എല്ലാം കൈവിട്ടുപോയി ഈ സമയത്താണോ അങ്ങ് യുദ്ധത്തിനൊരുങ്ങുന്നത്? മണ്ടനായ ഒരാൾ യുദ്ധം ചെയ്താൽ ഐശ്വര്യം വളരുമെന്നും ബുദ്ധിമാനായിട്ടുള്ള ധർമ്മിഷ്ഠൻ യുദ്ധം ചെയ്യാതിരുന്നാൽ ഐശ്വര്യം നശിക്കുമെന്നും അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങ് ഒരിക്കലും ബുദ്ധി അധർമ്മത്തിൽ ഉപയോഗിക്കരുത്. ആവേശത്തിൽ പാപത്തിലേക്ക് വീഴാൻ അങ്ങ് ഇതിനു മുമ്പ് ഇടയാക്കിയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിയില്ലാത്ത പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങയോടുള്ള ഈ ധർമ്മോപദേശം ഞാൻ എന്തുകൊണ്ട് ദുര്യോധനോട് പറയുന്നില്ല എന്ന് അങ്ങ് സംശയിക്കരുത്. തലവേദനയുള്ളവന് നല്ല ഭക്ഷണവും മരുന്നും രുചിക്കില്ല. അതുപോലെ പാപികളായിട്ടുള്ള ചീത്ത ആളുകൾക്ക് പേരും പ്രശസ്തിയും പോലെയുള്ള നശിപ്പിക്കുന്ന കാര്യങ്ങളാവും നല്ലതെന്ന് തോന്നുക. നല്ല കാര്യങ്ങൾ അവർ ചീത്തയെ കണ്ട് തള്ളിക്കളയും. അങ്ങ് അങ്ങനെയുള്ള ഒരാളല്ലല്ലോ. അതുകൊണ്ട് അങ്ങ് ദേഷ്യം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ദേഷ്യം പാപമാണ്. അതുകൊണ്ട് സുഖഭോഗങ്ങളോടുള്ള ആഗ്രഹം വെടിഞ്ഞ് അടങ്ങിയാലും. ശാന്തനായിട്ടുള്ള ഭീഷ്മരെയും മക്കളോടൊപ്പമുള്ള ദ്രോണരെയും കൃപർ, ശല്യർ, വികർണൻ, വിവിംശതി, കർണൻ, ദുര്യോധനൻ, സുമതി തുടങ്ങിയവരെയൊക്കെ വധിച്ചിട്ട് അങ്ങ് തേടുന്ന സുഖം എങ്ങനെയുള്ളതാണെന്ന് രാജാവേ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കടലോളം പരന്ന ഭൂമി അങ്ങ് നേടിയാലും വാർദ്ധക്യത്തെയും മരണത്തെയും ജയിക്കാൻ അങ്ങേക്ക് കഴിയുമോ? സുഖദുഃഖങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും അനുഭവിക്കാതിരിക്കാൻ അങ്ങേക്ക് കഴിയുമോ? കഴിയില്ലെന്നറിഞ്ഞു വേണം യുദ്ധത്തിൽ പ്രവേശിക്കാൻ. മന്ത്രിമാരുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് അങ്ങ് യുദ്ധത്തിനൊരുങ്ങുന്നതെങ്കിൽ അവർക്ക് ആ കർമ്മഫലം പങ്കുവച്ച് കൊടുത്തതിന് ശേഷം അങ്ങ് സ്വർഗത്തിലേക്കുള്ള വഴി ഉപേക്ഷിച്ച് താഴോട്ട് വീഴുന്നതായിരിക്കും സംഭവിക്കുക. സഞ്ജയൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ മറുപടിയായി പറഞ്ഞു, ഏതൊരാളും എപ്പോഴും ധർമ്മം പാലിക്കണമെന്ന് അങ്ങ് പറഞ്ഞത് തീർച്ചയായും സത്യമാണ്. എന്നാൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ധർമ്മമാണോ അതോ അധർമ്മമാണോ എന്ന് അങ്ങ് ആദ്യം അറിയണം.
എന്നിട്ട് വേണം എന്നെ കുറ്റപ്പെടുത്താൻ. ചിലപ്പോൾ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും ആളുകൾ കണ്ടേക്കാം. ഇങ്ങനെ സങ്കീർണമായി കിടക്കുന്ന ധർമാധർമ്മങ്ങളെ വിവേകശാലികൾ സ്വന്തം ബുദ്ധി കൊണ്ട് വേർതിരിച്ച് കാണുന്നു. ആപത്ത് കാലത്തിൽ ധർമ്മത്തിന് മാറ്റം വരാം. ക്ഷത്രിയന്റെ ധർമ്മം ബ്രാഹ്മണർക്കോ വൈശ്യർക്കോ ആപത്ത് കാലത്ത് ധർമ്മമായി മാറിയേക്കാം. എന്നാൽ ആപത്തില്ലാത്തപ്പോൾ അത് അധർമ്മം തന്നെയാണ്. മറ്റു വിഭാഗങ്ങളുടെ കാര്യത്തിലും സ്ഥിതി ഇതുതന്നെയാണ്. എന്നാൽ സ്വന്തം കടമ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. ആപത്തിൽപ്പെട്ടാൽ ക്ഷത്രിയന്റെ ജോലി സ്വീകരിക്കേണ്ടി വന്നാലും ബ്രാഹ്മണൻ സ്വന്തം ജോലിയായിട്ടുള്ള യാഗങ്ങളും മറ്റും ക്ഷത്രിയനെ കൊണ്ട് ചെയ്യിച്ചാൽ അത് അധർമ്മമാണ്. ഇങ്ങനെ കാലത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും മാറ്റം നോക്കി വേണം ധർമാധർമ്മങ്ങൾ സ്വീകരിക്കുക. ഉപജീവനത്തിലുള്ള വഴി നഷ്ടപ്പെട്ടു പോയാൽ മറ്റ് ജോലികൾ ഏർപ്പെട്ടാലും സ്വന്തം നിത്യകർമ്മങ്ങൾ പാലിക്കാതിരിക്കുന്നത് മോശമാണ്. ഒരു ക്ഷത്രിയന് തൻ്റെ ഭൂമിയും അറിവും ധനവുമെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബ്രാഹ്മണനെ പോലെ ഭിക്ഷാടനം നടത്തുന്നത് അധർമ്മമാകില്ല. എന്നാൽ ധാരാളം ധനമുള്ളവർ ഇത്തരം ആപത്ത് കാലത്ത് ധർമ്മങ്ങൾ ചെയ്താൽ അവൻ കുറ്റക്കാരനാണ്. ആപത്തിൽപ്പെട്ട് നശിക്കാതിരിക്കാൻ മറ്റു വഴികൾ തേടുന്നതിന് ബ്രഹ്മാവ് പരിഹാരം നിശ്ചയിച്ചിട്ടുണ്ട്. ആപത്തിൽ സ്വന്തം നാശത്തെ പോലും ഗണിക്കാതെ സ്വന്തം കടമകളിൽ ഉറച്ചു നിൽക്കുന്നവനെയും ആപത്തില്ലാത്തപ്പോൾ വലിയ അത്യാഗ്രഹത്തോടെ മറ്റുള്ളവരുടെ കടമകളിൽ കൈകടത്തുന്നവനെയും ഒരുപോലെ നിന്ദിക്കേണ്ടതാണ്. എന്നാൽ ബുദ്ധിമാനായിട്ടുള്ള ബ്രാഹ്മണൻ ആത്മീയമായുള്ള അന്വേഷണത്തിനായി സർവസ്വം ഉപേക്ഷിച്ച് സന്യാസിയായി ജീവിക്കുന്നത് ആപത്തുകാലത്തായാലും അല്ലെങ്കിലും തെറ്റല്ല. അല്ലാത്തവർക്ക് അറിവുള്ളവരോട് ചോദിച്ച് ആത്മരക്ഷയ്ക്കായി ഉചിതമായിട്ടുള്ള മറ്റ് പ്രവൃത്തികൾ താൽക്കാലികമായി സ്വീകരിക്കാവുന്നതാണ്. പുരാതന കാലം മുതലേ പൂർവികരായിട്ടുള്ള പിതാമഹന്മാരും മറ്റുള്ളവരും പിന്തുടർന്നു പോകുന്ന മാർഗമാണിത്. ദൈവത്തിൽ വിശ്വാസമുള്ള ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തനല്ല. ക്ഷത്രിയനായിട്ടുള്ള എനിക്ക് ആപത്ത് കാലത്തെ ധർമ്മമായി ചിലത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പാരമ്പര്യമായി എനിക്കുള്ള രാജ്യം വീണ്ടെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ധർമ്മലംഘനവും ഞാൻ കാണുന്നില്ല. ഞാൻ അധർമ്മത്തിലൂടെ ഭൂമിയെയോ സ്വർഗത്തെയോ ആഗ്രഹിക്കുന്നില്ല. കുലധർമ്മം ഉപേക്ഷിച്ച് യുദ്ധം ചെയ്യാതിരിക്കുന്നതാണോ അതോ യുദ്ധത്തിന് ഒരുങ്ങുന്നതാണോ കൂടുതൽ മോശമെന്ന് കൃഷ്ണൻ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെയും നന്മ ഒരുപോലെ ആഗ്രഹിക്കുന്നവനാണല്ലോ കൃഷ്ണൻ. ബുദ്ധിമാനും നീതിമാനും ബ്രാഹ്മണർ ബഹുമാനിക്കുന്നവനുമായിട്ടുള്ള കൃഷ്ണൻ കരുത്തരായിട്ടുള്ള രാജാക്കന്മാരെയെല്ലാം ശരിയായ രീതിയിൽ ഉപദേശിക്കുന്നുണ്ട്. ചേതുരാജ്യക്കാരും വൃഷ്ണി വംശജരും ഭോജന്മാരും കുരുവംശജരും ഉൾപ്പെടെയുള്ളവർ കൃഷ്ണന്റെ ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ടാണ് ശത്രുക്കളെ തോൽപ്പിച്ചും സുഹൃത്തുക്കളെ സന്തോഷിപ്പിച്ചും കഴിയുന്നത്. കൃഷ്ണൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഉഗ്രസേനൻ ഉൾപ്പെടെയുള്ള യാദവന്മാർ ഇന്ദ്രതുല്യരായും സത്യസന്ധരായും സുഖമായി കഴിയുന്നു. കൃഷ്ണൻ കൂടെ ഉള്ളതുകൊണ്ടാണ് കാശ്യപനായിട്ടുള്ള ബഭ്രു ഉന്നത പദവി നേടിയത്. വേനൽക്കാലത്തിൻ്റെ അവസാനം ജനങ്ങൾക്ക് മഴമേഘമെന്ന പോലെ കൃഷ്ണൻ എല്ലാവർക്കും ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നു. അങ്ങനെയുള്ള കൃഷ്ണൻ നമ്മുടെ ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനും നല്ല സ്വഭാവമുള്ളവനുമായിട്ടുള്ള കൃഷ്ണൻ്റെ അഭിപ്രായം ഞങ്ങൾ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ സഞ്ജയനോട് പറഞ്ഞു, ഞാൻ പാണ്ഡവരുടെ ഐശ്വര്യവും നന്മയും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ധൃതരാഷ്ട്രരും ആ രാജാവിൻ്റെ പുത്രന്മാർക്കെല്ലാവർക്കും ഉന്നതി ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇരുപക്ഷത്തും എപ്പോഴും സമാധാനം ഉണ്ടാകണമെന്നല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ധൃതരാഷ്ട്രർക്കും സമാധാനമാണ് ഇഷ്ടമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ആ അഭിപ്രായം വളരെ നല്ലതാണെന്ന് ഞാൻ പാണ്ഡവരുടെ മുമ്പിൽ വെച്ച് അംഗീകരിക്കുന്നു. എന്നാൽ മക്കളോടുള്ള സ്നേഹം കാരണം ധൃതരാഷ്ട്രർക്ക് രാജ്യത്തോടുള്ള ആഗ്രഹം വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് സമാധാനം ബുദ്ധിമുട്ടാണെന്നാണ് യുധിഷ്ഠിരൻ കരുതുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള വഴക്ക് പരിധി വിട്ട് കൂടാതെ ഇരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നിൽ നിന്നോ യുധിഷ്ഠിരനിൽ നിന്നോ ധർമ്മത്തിന് തെറ്റൊന്നും സംഭവിക്കുമെന്ന് അങ്ങ് കരുതരുത്. ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ പാലിച്ച് സ്വന്തം കടമകൾ ചെയ്യാൻ ഉത്സാഹിക്കുന്ന യുധിഷ്ഠിരനിൽ അങ്ങ് എങ്ങനെയാണ് ധർമ്മലംഘനം കണ്ടത്? ജീവിതത്തെക്കുറിച്ചിട്ട് ബ്രാഹ്മണർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട്. കർമ്മങ്ങൾ ചെയ്തും കർമ്മങ്ങൾ ഉപേക്ഷിച്ചും വിജയം നേടാമെന്ന് പറയപ്പെടുന്നു. സന്യാസം എന്ന പോലെ തന്നെ ഗൃഹസ്ഥാശ്രമവും ശാസ്ത്രങ്ങൾ അംഗീകരിച്ചതാണ്. എന്നാൽ കർമ്മം ചെയ്യാതെ സന്യാസിക്കും ജീവിക്കാൻ കഴിയുകയില്ല. അറിവുള്ളവനായാലും ആഹാരമില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? ഭക്ഷണത്തിനായി സന്യാസിക്കും ഗൃഹസ്ഥൻ്റെ കർമ്മഫലത്തെ ആശ്രയിക്കേണ്ടി വരും. കർമ്മത്തിലൂടെ മാത്രമേ ലക്ഷ്യം നേടാൻ കഴിയൂ. വിദ്യകൾ കൈവശമുണ്ടെങ്കിലും പ്രവൃത്തിയില്ലെങ്കിൽ ഫലമില്ല. കർമ്മങ്ങളുടെ ഫലം നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ദാഹിക്കുന്നവൻ വെള്ളം കുടിച്ച് ഉടനെ ദാഹം മാറ്റുന്നു. അറിവുള്ളവനും ജീവിക്കാൻ കർമ്മം ചെയ്തേ തീരൂ. അതുകൊണ്ട് കർമ്മമാണ് പ്രധാനം. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന ദുർബലന്റെ വാദങ്ങൾ വെറുതെയാണ്. കർമ്മം കൊണ്ടാണ് ദേവന്മാർ ശോഭിക്കുന്നത്. കാറ്റ് വീശുന്നതും സൂര്യൻ മടികൂടാതെ എന്നും ഉദിച്ച് പകലും രാത്രിയും മാറ്റുന്നതും കർമ്മം കൊണ്ടാണ്. പകലുകളെയും മാസങ്ങളെയും നക്ഷത്രങ്ങളെയും ഉത്സാഹത്തോടെ കർമ്മം ചെയ്തുകൊണ്ടാണ് ചന്ദ്രൻ നിയന്ത്രിക്കുന്നത്. മടികൂടാതെ വളർന്നുയർന്ന് കത്തുന്ന അഗ്നി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതും കർമ്മമാണ്. ഭൂമിദേവി ഈ വലിയ ഭാരം കഷ്ടപ്പെട്ടില്ലാതെ സ്വന്തം ബലം കൊണ്ട് എപ്പോഴും താങ്ങി നിർത്തുന്നു. നദികൾ ഉത്സാഹത്തോടെ വേഗത്തിൽ ഒഴുകിക്കൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കുന്നു. ദേവന്മാർക്ക് അമരത്വം ലഭിക്കാൻ ഇന്ദ്രന് കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കേണ്ടി വന്നു. സുഖങ്ങളും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഉപേക്ഷിച്ച്
കർമ്മം ചെയ്തതുകൊണ്ടാണ് ഇന്ദ്രൻ ഉന്നത പദവിയിലെത്തിയത്. സത്യധർമ്മങ്ങൾ പാലിച്ച് എപ്പോഴും ജാഗ്രതയോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്ദ്രന് ശ്രേഷ്ഠമായിട്ടുള്ള ദേവരാജ്യം നേടാൻ കഴിഞ്ഞത്. സുഖങ്ങൾ വെടിഞ്ഞ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാണ് അദ്ദേഹം അത് നേടിയത്. ഏകാഗ്രതയോടെയും വ്രതശുദ്ധിയോടെയും ജീവിച്ചതുകൊണ്ടാണ് ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുവായി മാറിയത്. രുദ്രന്മാർ, ആദിത്യന്മാർ, വസുക്കൾ, യമൻ, കുബേരൻ, യക്ഷഗന്ധർവന്മാർ തുടങ്ങിയവരെല്ലാം എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടാണ് ശോഭിക്കുന്നത്. ബ്രഹ്മവിദ്യയെ സേവിച്ച് മഹർഷിമാർ പ്രകാശിക്കുന്നത് അങ്ങ് നേരിട്ട് കാണുന്നതാണല്ലോ. ഈ ലോകത്തിൻ്റെ ഗതി കർമ്മത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് അങ്ങേക്ക് അറിയാവുന്നതാണ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരുടെ ധർമ്മങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് അറിവുള്ള അങ്ങ് ഞങ്ങളോട് പറയുന്നത് കൗരവർക്ക് വേണ്ടിയാണെന്നറിയാം. വേദങ്ങൾ, അശ്വമേധം, രാജസൂയം തുടങ്ങിയ യാഗങ്ങൾ എന്നതുപോലെ തന്നെ വില്ലും വസ്ത്രങ്ങളും കവചങ്ങളും യുധിഷ്ഠിരന് പ്രധാനമാണെന്ന് അങ്ങ് ഓർക്കണം. കൗരവരെ കൊല്ലാതെ രാജ്യം തിരിച്ചുപിടിക്കാൻ മറ്റു വഴികളുണ്ടെങ്കിൽ അതാണ് പാണ്ഡവർക്കും ഇഷ്ടം. അഹിംസയാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് പറഞ്ഞ് ഭീമസേനനെ ഇവർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പാരമ്പര്യമായി ലഭിച്ച ക്ഷേത്രധർമ്മത്തിൽ ഉറച്ചുനിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ദേവതുല്യമായിട്ടുള്ള മരണമുണ്ടാകാം. സ്വന്തം ധർമ്മം കഴിവിനനുസരിച്ച് പാലിക്കുമ്പോൾ മരണം സംഭവിച്ചാൽ അത് പ്രശംസനീയമാണ്. അങ്ങ് സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ രാജധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും മാർഗം പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. 4 വർണ്ണങ്ങളെയും ഓരോ വിഭാഗത്തിലുള്ള കടമകളെയും നോക്കിക്കണ്ട് പാണ്ഡവർ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞ് അങ്ങ് അവരെ പുകഴ്ത്തുകയോ നിന്ദിക്കുകയോ ചെയ്യുക. പഠനം, യാഗം, ദാനം, തീർത്ഥാടനം, അധ്യാപനം തുടങ്ങിയവയാണ് ബ്രാഹ്മണരുടെ കടമകൾ. പ്രജകളെ സംരക്ഷിക്കുക, ദാനം ചെയ്യുക, പഠനം നടത്തുക, ദേവന്മാർക്കായി യാഗം ചെയ്യുക, കുടുംബമായി ജീവിച്ച് പുണ്യം നേടുക എന്നിവയാണ് ക്ഷത്രിയൻ്റെ ധർമ്മം. അത്തരത്തിലുള്ള ക്ഷത്രിയൻ നേടുന്ന പുണ്യം കൊണ്ട് ഉന്നത ലോകങ്ങൾ പ്രാപിക്കും. പഠനം നടത്തിയും കൃഷി, കച്ചവടം, പശുപരിപാലനം എന്നിവയിലൂടെ ധനം സമ്പാദിച്ചും ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ഗുണം ചെയ്ത് ധർമ്മം പാലിച്ച് കുടുംബമായി കഴിയുന്നവനാണ് വൈശ്യൻ. വേദപഠനമോ യാഗങ്ങളോ കൂടാതെ ബ്രാഹ്മണരെ സേവിച്ചും ബഹുമാനിച്ചും ഐശ്വര്യത്തിനായി പരിശ്രമിക്കുന്നതാണ് ശൂദ്രൻ്റെ ധർമ്മം. എല്ലാ വിഭാഗക്കാർക്കും അവരവരുടെ ധർമ്മങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി രാജാവ് എല്ലാവരെയും സംരക്ഷിക്കണം. അധർമ്മിയായി ആഗ്രഹങ്ങൾക്ക് പിന്നാതെ പായാതെ പ്രജകളിൽ തുല്യമായിട്ടുള്ള സ്നേഹത്തോടെയും സ്വാർത്ഥതയില്ലാതെയും വേണം രാജാവ് പ്രവർത്തിക്കാൻ. അതുകൊണ്ട് രാജാവാണ് ഏറ്റവും പ്രശസ്തൻ. ആ നിലയ്ക്ക് എല്ലാ ധർമ്മങ്ങളും അറിയുന്ന യുധിഷ്ഠിരൻ രാജ്യം നേടി പ്രജകളെ നയിക്കാൻ ഒരുങ്ങുമ്പോൾ അത് ശരിയില്ലെന്ന് പറയാൻ അങ്ങേക്ക് എങ്ങനെ സാധിക്കും? മറ്റൊരാളുടെ ഐശ്വര്യത്തിൽ കൊതിമൂത്ത് അത് തട്ടിയടിക്കാൻ ശ്രമിക്കുന്നത് വലിയ തെറ്റാണ്. അങ്ങനെ ഒരാൾ യുദ്ധത്തിനായിട്ട് വരുമ്പോൾ വില്ലും ആയുധങ്ങളും ധരിച്ച് പോരാടാതിരിക്കാൻ കഴിയുമോ? ശത്രുക്കളെ വധിക്കാനായി യുദ്ധം ചെയ്യാനാണ് ഇന്ദ്രൻ ആയുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ദുഷ്ടന്മാരെ ഇല്ലാതാക്കുന്നത് പുണ്യം തന്നെയാണ്. ഇപ്പോൾ കൗരവർ അധർമ്മികളായിട്ടുള്ള ആളുമായി ചേർന്ന് വലിയ തെറ്റുകൾക്ക് മുതിർന്നിരിക്കുകയാണ്. ധർമ്മം മനസ്സിലാക്കാതെ ആ പാവികളുടെ ഭാഗത്ത് നിൽക്കുന്നത് ഒട്ടും നല്ലതല്ല. പാണ്ഡവർക്ക് ധർമ്മപ്രകാരം കിട്ടിയ രാജ്യം ധൃതരാഷ്ട്രർ തൻ്റെ പുത്രന്മാരോട് ചേർന്ന് തട്ടിയെടുക്കുകയല്ലേ ചെയ്തത്. ആ രാജാവിനെ അനുസരിക്കുന്ന കൗരവർ ആരും തന്നെ പഴയ ധർമ്മം നോക്കുന്നില്ല. ഒളിഞ്ഞിരുന്നും അല്ലാതെയും അവർ മറ്റുള്ളവരുടെ സ്വത്ത് കവരുകയാണ്. ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം കള്ളന്മാരും ധൃതരാഷ്ട്രരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആർത്തിയും ദേഷ്യവും കാരണം താൻ ചെയ്യുന്നതൊക്കെ ധർമ്മമാണെന്ന് ദുര്യോധനൻ കരുതുന്നു. വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നൽകാമെന്ന് പറഞ്ഞ പാണ്ഡവരുടെ അവകാശം എന്തിനാണ് അവർ കൈക്കലാക്കി വെച്ചിരിക്കുന്നത്? മറ്റുള്ളവരുടെ രാജ്യം പിടിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ പൈതൃകമായിട്ട് കിട്ടുന്ന രാജ്യം ലഭിക്കുന്നത്? ആ അവകാശത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കേണ്ടി വന്നാൽ പോലും അത് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. സഞ്ജയ, ഞാനിപ്പോൾ പറഞ്ഞ ധർമ്മങ്ങളെല്ലാം രാജ്യസഭയിൽ ചെന്ന് അങ്ങ് കൗരവരെ ഓർമ്മിപ്പിക്കണം. ദുര്യോധനൻ വിളിച്ചുകൂട്ടിയ മരണത്തെ പേടിയില്ലാത്ത മണ്ടന്മാരെല്ലാം ഇത് കേൾക്കട്ടെ. ഞങ്ങളുടെ ഈ തയ്യാറെടുപ്പ് അന്ന് സഭയിൽ വെച്ച് കൗരവർ ചെയ്ത പാപങ്ങളെക്കാൾ വലുതാണെന്നാണോ അങ്ങ് കരുതുന്നത്? പാണ്ഡവരുടെ പ്രിയപ്പെട്ടവളും സ്വഭാവ ഗുണങ്ങളുള്ളവളുമായ ദ്രൗപദിയെ സഭയിൽ വെച്ച് കഷ്ടപ്പെടുത്തിയപ്പോൾ ഭീഷ്മർ ഉൾപ്പെടെയുള്ള കൗരവർ അത് കണ്ടു നിൽക്കുകയല്ലേ ചെയ്തത്? അന്ന് ദുശാസനെ തടയാൻ കൗരവർ തയ്യാറായിരുന്നുവെങ്കിൽ എനിക്ക് ധൃതരാഷ്ട്രർ നല്ലവനാണെന്ന് തോന്നുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്ക് ഗുണമായേനെ. ദുശാസനൻ ദ്രൗപദിയെ ശത്രുക്കൾക്ക് നടുവിൽ വെച്ച് ആക്രമിച്ചപ്പോൾ ആ പാപത്തെ രക്ഷിക്കാൻ വിതുരനല്ലാതെ മറ്റാരെങ്കിലും മുന്നോട്ട് വന്നോ? സഭയിൽ കൂടിയിരുന്ന രാജാക്കന്മാർ ബുദ്ധഹീനത മൂലം ഒന്നും തന്നെ തടുത്തു പറയാൻ തയ്യാറായില്ല. ധർമ്മവും നന്മയും അറിയുന്ന വിതുരർ മാത്രമാണ് ധർമ്മബുദ്ധിയോടെ ആ ബുദ്ധിശൂന്യനായിട്ടുള്ള ദുര്യോധനെ എതിർത്ത് സംസാരിച്ചത്. അന്ന് ആ സഭയിൽ വെച്ച് ധർമ്മത്തെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയാതിരുന്നവരാണോ ഇന്ന് പാണ്ഡവരോട് ധർമ്മോപദേശം നൽകാൻ അയക്കപ്പെട്ടിരിക്കുന്നത്? അന്ന് ആ വലിയ ആപത്തിൽ നിന്ന് കൃഷ്ണനാണ് പാണ്ഡവരെയും ദ്രൗപദിയെയും കരകയറ്റിയത്. സഭയിൽ ശത്രുക്കൾക്ക് മുമ്പിൽ ദ്രൗപദി നിൽക്കുമ്പോൾ കർണൻ പറഞ്ഞ വാക്കുകൾ എങ്ങനെ മറക്കാൻ സാധിക്കും? അല്ലയോ ദ്രൗപദി, അങ്ങേക്ക് ഇനി വേറെ വഴിയൊന്നുമില്ല. കൗരവരുടെ വീട്ടിൽ ദാസിയായി ജീവിക്കുക. അങ്ങയുടെ ഭർത്താക്കന്മാർ തോൽപ്പിക്കപ്പെട്ടു. ഇനി വേറെ ആരെങ്കിലും ഭർത്താവായി സ്വീകരിക്കുക എന്ന് ഹൃദയത്തിൽ തറയ്ക്കുന്ന രീതിയിൽ കർണൻ പറഞ്ഞ കഠിനമായിട്ടുള്ള വാക്കുകൾ അർജുനൻ്റെ ഹൃദയത്തിൽ ഇന്നും മുറിവായി കിടപ്പുണ്ട്. അതിനു പുറമെ ദുശാസനും ശകുനിയും പറഞ്ഞ ആ ചീത്ത വാക്കുകൾ എങ്ങനെ സഹിക്കും? അവസാനത്തെ സഹോദരനും തോറ്റ സ്ഥിതിക്ക് പണയപ്പെടുത്താൻ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ദ്രൗപദിയെ വെച്ച് കളിക്കൂ.
ഇങ്ങനെ ആ വഞ്ചകനായിട്ടുള്ള ശകുനി യുധിഷ്ഠിരനോട് പ്രത്യേകം പറയുകയുണ്ടായി. എന്നിട്ടും അവർ ദ്രൗപദിയെ വെറും ദാസിയെപ്പോലെ പീഡിപ്പിച്ചു. ഹേ സഞ്ജയ, ചൂതാട്ടകളത്തിൽ വെച്ചുണ്ടായ ആ മോശം വാക്കുകളെയും പ്രവൃത്തികളെയും കുറിച്ച് അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും യുധിഷ്ഠിരനുണ്ടായിട്ടുള്ള ഈ അപമാനം മാറ്റുന്നതിനായി ഞാൻ തന്നെ അങ്ങോട്ടൊന്ന് വരാമെന്ന് വിചാരിക്കുന്നു. പാണ്ഡവരുടെ രാജ്യം തിരിച്ചുപിടിക്കാനും കൗരവരുമായി സമാധാനമുണ്ടാക്കാനും കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമാകും. മാത്രമല്ല കൗരവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനും സാധിക്കും. അവിടെ ചെല്ലുന്ന എന്നെ കൗരവർ ബഹുമാനിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. നീതിക്കും ധർമ്മത്തിനും ചേർന്ന രീതിയിൽ ഞാൻ പറയുന്ന വാക്കുകൾ അവർ കേൾക്കുമോ എന്നറിയാമല്ലോ. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അവരുടെ നാശം ഉറപ്പാണ്. മഹാവീരനായിട്ടുള്ള അർജുനാലും യുദ്ധവീരനായിട്ടുള്ള ഭീഷ്മനാലും ധൃതരാഷ്ട്രപുത്രന്മാർ തകർന്നു പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. പാപികളായിട്ടുള്ള അവർ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് തന്നെ നശിച്ചു പോകും. ചൂതാട്ടത്തിൽ തോറ്റ പാണ്ഡവരോട് ദേഷ്യത്തോടെയും ക്രൂരമായും താൻ പറഞ്ഞ വാക്കുകളെല്ലാം കരുത്തനായിട്ടുള്ള ഭീമൻ ഗതയുമായിട്ട് അടുക്കുമ്പോൾ ധൃതരാഷ്ട്രർ ഓർത്തുപോകും. ദുര്യോധനൻ വലിയൊരു ദേഷ്യത്തിൻ്റെ മരമാണ്. കർണൻ അതിൻ്റെ തടിയും ശകുനി അതിൻ്റെ ചില്ലയുമാണ്. ദുശാസൻ അതിലെ പൂക്കളും പഴങ്ങളുമാണ്. ബുദ്ധി കുറഞ്ഞ ധൃതരാഷ്ട്രാകട്ടെ ആ മരത്തിൻ്റെ വേരുമാണ്. എന്നാൽ യുധിഷ്ഠിരൻ വലിയൊരു ധർമ്മത്തിൻ്റെ മരമാണ്. അർജുനൻ അതിൻ്റെ തടിയും ഭീമൻ അതിൻ്റെ ചില്ലകളുമാണ്. മാതൃപുത്രന്മാർ അതിലെ പൂക്കളും പഴങ്ങളുമാണ്. വേദങ്ങളും ബ്രാഹ്മണരും ഞാനും ചേർന്നതാണ് ആ മരത്തിൻ്റെ വേര്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. മക്കളോടുകൂടിയ ധൃതരാഷ്ട്രർ വലിയൊരു കാടും പാണ്ഡുപുത്രന്മാർ അതിലെ വ്യാഘ്രങ്ങളുമാണ്, അതിലെ കടുവകളുമാണ്. ആ കടുവകളുള്ള വലിയ കാടിനെ വെട്ടി നശിപ്പിക്കരുത്. കാട്ടിൽ നിന്ന് ആ കടുവകളെ ഇല്ലാതാക്കുകയും ചെയ്യരുത്. കാടില്ലാതായാൽ കടുവകൾ കൊല്ലപ്പെടും. കടുവകളില്ലാതായാൽ കാടിനെ ആളുകൾ വെട്ടി നശിപ്പിക്കും. അങ്ങനെ കാടിനെ കടുവകളും കടുവകളെ കാടും പരസ്പരം സംരക്ഷിക്കുന്നു. അങ്ങനെ വേണം വളരാൻ. പാണ്ഡവർ വലിയ മരങ്ങളും ധൃതരാഷ്ട്രപുത്രന്മാർ പടർന്നു കയറുന്ന വള്ളികളുമാണ്. മരമില്ലാതെ വള്ളികൾക്ക് വളരാൻ കഴിയില്ല. ഇക്കാര്യം രണ്ടു കൂട്ടരും നന്നായി ചിന്തിക്കട്ടെ. പാണ്ഡവന്മാർ സമാധാനത്തിനും യുദ്ധത്തിനും ഒരുപോലെ തയ്യാറാണ്. ഇതിൽ ധൃതരാഷ്ട്രർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് യുധിഷ്ഠിരൻ നൽകും. നല്ലവരും ധർമ്മം പറയുന്നവരുമായിട്ടുള്ള പാണ്ഡവന്മാർ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവർ കരുത്തരായിട്ടുള്ള പോരാളികൾ കൂടിയാണ്. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞതെല്ലാം അങ്ങ് ശരിയായി അറിയിച്ചേക്കൂ. ഇങ്ങനെ പറഞ്ഞ കൃഷ്ണൻ സഞ്ജയനോടുള്ള തൻ്റെ സന്ദേശം അവസാനിപ്പിച്ചു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് എന്നോടൊപ്പം കൂടിയ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.